ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലേക്ക് ആദ്യ ചുവടുവെപ്പ് നടത്തി ടെസ്ല. മുംബൈ ഷോറൂം തുറന്നു. ഇന്ത്യയിലിറക്കിയ പുതിയ SUV കാറിന്റെ വില 60 ലക്ഷം രൂപ. ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ല ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ചു. മുംബൈയിൽ ആദ്യ ഷോറൂം ആരംഭിച്ചുകൊണ്ടാണ് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പ്. മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബാന്ദ്ര കുർള കോംപ്ലക്സിൽ 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഷോറൂമാണ് ടെസ്ല തുറന്നിരിക്കുന്നത്. ടെസ്ല എക്സ്പീരിയൻസ് സെന്റർ എന്നും അറിയപ്പെടുന്ന ഈ ഫ്ളാഗ്ഷിപ്പ് ഷോറൂമിന് പിന്നാലെ ദില്ലി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ കൂടി കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ EV മേഖലയിൽ തങ്ങളുടെ യാത്രയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഷാങ്ഹായ് ഫാക്ടറിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മോഡൽ Y ഇലക്ട്രിക് SUVയുമായാണ് ടെസ്ല എത്തുന്നത്. ഉപഭോക്താക്കൾക്ക് ടെസ്ല EVകളുടെ വിലകൾ പരിശോധിക്കാനും അവയുടെ വകഭേദങ്ങൾ കാണാനും കോൺഫിഗറേഷൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കഴിയും. ടെസ്ല Y മോഡൽ ഇലക്ട്രിക് SUVയാണ് പുറത്തിറക്കിയത്. ആഗോളതലത്തിൽ ടെസ്ലയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനമാണ് മോഡൽ Y. ചൈനയിൽ വിൽക്കുന്ന വിലയുടെ ഏകദേശം ഇരട്ടി വിലയാണ് ഇന്ത്യയിലെന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ Y മോഡൽ റിയർ വീൽ ഡ്രൈവിന് 60 ലക്ഷം രൂപയും ലോങ് റേഞ്ച് പതിപ്പിന് 68 ലക്ഷം രൂപയുമാണ് വില. ചൈനയിലെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ Y മോഡൽ ഇലക്ട്രിക് SUVക്ക് ചൈനയിൽ 29.9 ലക്ഷം രൂപയാണ് വില. US-ൽ 37.5 ലക്ഷം രൂപയ്ക്കും ഈ മോഡൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തിന് അഭിമാന നിമിഷം. ചരിത്ര ദൗത്യം പൂർത്തിയാക്കി ശുഭാംശുവും സംഘവും വിജയകരമായി ഭൂമിയിൽ തിരിച്ചിറങ്ങി. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി 18 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ശേഷം ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 3 മണിയോടെയാണ് 4-അംഗ സംഘത്തെ വഹിക്കുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തിയത്. കാലിഫോർണിയയ്ക്കടുത്തുള്ള പസഫിക് സമുദ്രത്തിലാണ് പേടകം പതിച്ചത്. ബഹിരാകാശ നിലയവും പേടകവുമായുള്ള ബന്ധം വേർപെടുത്തുന്ന അൺഡോക്കിംഗ് പ്രക്രിയ തിങ്കളാഴ്ച ഇന്ത്യൻ സമയം 4:45ഓടെയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. തുടർന്ന് ഭൂമിയിലേക്ക് യാത്ര തിരിച്ച സംഘം ഏകദേശം 22.5 മണിക്കൂർ സമയമെടുത്താണ് ഭൂമിയിലെത്തിച്ചേർന്നത്. ക്രൂ അംഗങ്ങളെ കരയിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത പ്രക്രിയ. പ്രാഥമിക ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം നാസയുടെ ഹ്യൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് ഇവരെ മാറ്റും. ഇതോടെ 4 രാജ്യങ്ങൾ കൈകോർത്ത സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ ആക്സ് 4 വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ശുഭാംശു ശുക്ലയ്ക്കൊപ്പം നാസയുടെ മുതിർന്ന ആസ്ട്രോനട്ട് പെഗ്ഗി വിറ്റ്സൺ, ഹംഗറി സ്വദേശി ടിബോർ കാബു, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 1 കോടി ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നീക്കം ചെയ്ത് മെറ്റ. മറ്റുള്ള ക്രിയേറ്റർമാരുടെ അക്കൗണ്ടുകൾ ക്രെഡിറ്റ് നൽകാതെ തുടർച്ചയായി പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളും മെറ്റ റിമൂവ് ചെയ്തവയിലുണ്ട്. സ്പാമിങ്ങും കണ്ടന്റ് കോപ്പിയടിയും തടയുന്നതിന്റെ ഭാഗമായി മെറ്റ 2025-ൽ ഇതുവരെ നീക്കം ചെയ്തത് 1 കോടി ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ്. ഫേസ്ബുക്ക് പേജ് കൂടുതൽ സത്യസന്ധവും ആധികാരികവും പ്രാധാന്യമുള്ളതാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് മെറ്റ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി ഒറിജിനൽ കണ്ടന്റുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള കൂടുതൽ നടപടികൾ മെറ്റ പ്രഖ്യാപിക്കുകയും ചെയ്തു. കോപ്പിയടി കണ്ടന്റുകൾ കണ്ടെത്താനുള്ള പുത്തൻ സംവിധാനം തയ്യാറാക്കുന്നതായി മെറ്റ അറിയിച്ചു. ഫേസ്ബുക്ക് ഫീഡ് സത്യസന്ധമാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുകയാണ് മെറ്റ. ഇനി മുതൽ ഒറിജിനൽ കണ്ടന്റുകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മെറ്റ അധികൃതർ വ്യക്തമാക്കി. കോപ്പിയടിക്കാരെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല പോസ്റ്റുകളെ റീച്ച് കുറയ്ക്കുമെന്ന മുന്നറിയിപ്പ് മെറ്റ നൽകി. നിങ്ങളുടെ കണ്ടന്റിന് കൂടുതൽ വിസിബിലിറ്റി ലഭിക്കാൻ ഒറിജിനൽ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാനും ശരിയായ തലക്കെട്ടുകളും ഹാഷ്ടാഗുകളും നൽകാനും തേർഡ് പാർട്ടി ആപ്പുകളുടെ വാട്ടർമാർക്കുകൾ ഒഴിവാക്കാനും അടക്കമുള്ള നിർദ്ദേശങ്ങളും മെറ്റ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറിജിനൽ കണ്ടന്റ് പ്രോത്സാഹിപ്പിക്കുന്ന നയം യൂട്യൂബും അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. കോപ്പിയടി കണ്ടന്റുകൾക്ക് പണം ലഭിക്കില്ല എന്ന പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ യൂട്യൂബ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ iQവിന്റെ പുത്തൻ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിലെത്തുന്നു. 20,000 രൂപയിൽ താഴെയായിരിക്കും ഈ സ്മാർട്ട് ഫോണിന്റെ വിലയെന്നാണ് റിപ്പോർട്ട്. iQ Z10R ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സഹിതം 50 MB പ്രൈമറി ക്യാമറ സഹിതമാണ് പുറത്തിറക്കുകയെന്ന് ടിപ്സ്റ്ററുടെ വെളിപ്പെടുത്തൽ. iQ Z10R വെള്ളിയാഴ്ച പുറത്തിറങ്ങും. 6.77 ഇഞ്ച് 120 Hz ക്വാഡ് കർവ്ഡ് OLED ഡിസ്പ്ലേയോടുകൂടിയാണ് പുറത്തിറങ്ങുക. ഫോണിന് വിവോയുടെ V50 സീരീസുമായി ലുക്കിൽ സാമ്യമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. 6000 mAh ബാറ്ററിയും 90 വാട്ട്സ് വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും iQ Z10Rൽ പ്രതീക്ഷിക്കാം. സെൽഫി റിയർ ക്യാമറകളിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ആണ് ഉണ്ടാവുക. ഹാൻഡ്സെറ്റിന്റെ വില കമ്പനി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കിയ മോട്ടോഴ്സിന്റെ ഇന്ത്യയിലെ 2ാമത്തെ ഇലക്ട്രിക് മോഡലായ കിയ കാരൻസ് ക്ലാവിസ് EV അവതരിപ്പിച്ചു. BYDയുടെ EMAX 7 ആണ് ഈ വാഹനത്തിന്റെ എതിരാളി. 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ഇലക്ട്രിക് MPV ശ്രേണിയിലെത്തിയിട്ടുള്ള ഈ വാഹനത്തിന് 17.99 ലക്ഷം രൂപ മുതൽ 24.49 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില.
കിയയുടെ EV6, EV9 മോഡലുകൾ ഇന്ത്യയിൽ എത്തുന്നുണ്ടെങ്കിലും ഒരു മാസ് മാർക്കറ്റ് ഇലക്ട്രിക് വാഹനം ഇതാദ്യമായാണ് അവതരിപ്പിക്കുന്നത്. മെക്കാനിക്കൽ ഫീച്ചറുകളിൽ ഹുണ്ടായിയുടെ ഇലക്ട്രിക് റെക്റ്റയ്ക്ക് സമാനമായാണ് കിയ കാരൻസ് ക്ലാവിൻസ് EVയും. കാര്യക്ഷമമായ സുരക്ഷാ സംവിധാനമാണ് കാരൻസ് ക്ലാവിസ് EVയിൽ നൽകുന്നത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി വെർച്വൽ എഞ്ചിൻ സൗണ്ടും ഇതിൽ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.